ഒരേ ഒരു തവണ എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്തു. അതിനുശേഷം അവൾക്ക് ഇപ്പൊ എപ്പോഴും എന്നെ സംശയം മാത്രമാണ്. ഇവളുടെ സംശയം കാരണം എനിക്ക് മടുത്തു ബ്രോ. ഈ ട്രസ്റ്റ് ഒരിക്കൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ആൻഡ് ഇത് ഒരുപാട് പേരുടെ സംശയം കൂടിയാണ്. ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പല സ്ഥലങ്ങളിലും നിങ്ങൾ കേട്ടിട്ടും വായിച്ചിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഒരിക്കൽ വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ. ആക്ച്വലി അതെല്ലാം തെറ്റാണ്. നഷ്ടപ്പെട്ടു പോയ ട്രസ്റ്റും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ഈ ട്രസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആക്ച്വലി എൻ്റെ ലൈഫിൽ തന്നെ നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രയേ ഉള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ലോണം വണ്ടി ഓടിക്കാൻ അറിയാം. സോ ഞാനും എൻ്റെ ഫ്രണ്ടും എല്ലാ ദിവസവും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ ജോലിക്ക് പോകുന്നത്. സോ ഞാൻ നല്ല കെയർഫുൾ ആയിട്ട് നല്ലോണം വണ്ടി ഓടിക്കും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചാലും ഇവനൊരു കുഴപ്പമില്ല, ഇവൻ കൂളായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വണ്ടിയുടെ മുമ്പിൽ ഒരു പട്ടി വട്ടം ചാടി. അങ്ങനെ പട്ടിയെ ഇടിച്ച് ഞങ്ങൾ ആക്സിഡന്റ് ആവുകയും അതിനുശേഷം ഓരോ തവണ ഇവൻ എന്റെ വണ്ടി കയറുന്ന സമയത്തും ഇവന് പേടി വരാൻ തുടങ്ങി. ഓരോ തവണ ചിലപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ അയ്യോ അവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഈ പട്ടി സൂക്ഷിച്ചു പോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആക്ച്വലി എനിക്ക് നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പല തവണ ഞാനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കും. ഒരു തവണയല്ലേ, എത്ര തവണ ഞാൻ നിന്നെ മര്യാദ കൊണ്ടുപോയിട്ടുണ്ട്, ഈ ഒരു തവണ അറിയാണ്ടൊന്ന് വണ്ടി ഇടിച്ചു, അതിനിപ്പോ എന്താ? എന്നിട്ടും ഓരോ തവണ വണ്ടി കയറുന്ന സമയത്ത് ഇവനിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അത് നല്ല ഇറിറ്റേഷൻ എനിക്ക് തന്നിരുന്നു. ആൻഡ് ആക്ച്വലി ഒരു വർഷം എടുത്തു ഇതൊന്ന് മാറി കിട്ടാൻ. ഒരു വർഷം ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ പിന്നെ വണ്ടി ഓടിച്ച് പ്രൂവ് ചെയ്തതിന് ശേഷം ഇവൻ പതുക്കെ ഈ സംഭവങ്ങളെല്ലാം മറക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എത്ര സ്പീഡിൽ പോയാലും എങ്ങനെ പോയാലും ആ പണ്ടത്തെ രീതിയിലുള്ള പരാതികളോ ഒന്നും ഞാൻ കേൾക്കാണ്ടായി. ഇതുപോലെ തന്നെയാണ് ട്രസ്റ്റ്. ഇതുപോലെയല്ല, ഇതിനേക്കാൾ വലിയൊരു കാര്യം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രസ്റ്റ് നഷ്ടപ്പെടുക എന്നുള്ളത്. അതായത് നിങ്ങൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് ഒരു പേടി അവരുടെ ഉള്ളിലേക്ക് വരും. അതായത് ഇവർ ഇനിയും അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഇവർക്ക് വരാം. ഈ പേടി കാരണമാണ് ഇവരെപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്നത്, പരാതിപ്പെടുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സംശയിക്കുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ നിങ്ങളെ സംശയിക്കുന്നതിലും പരാതിപ്പെടുന്നതിലും ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ഫ്രണ്ട് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരും. ഞാൻ ആ ഫ്രണ്ടിനോട് പല തവണയും പറഞ്ഞു, ഒരു തവണയല്ലേ സംഭവിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാ തവണയും ഞാൻ മര്യാദക്കല്ലേ കൊണ്ടുപോയത്. നമ്മളങ്ങനെ പറഞ്ഞതുകൊണ്ട് ആക്ച്വലി അവർക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മളിവിടെ പ്രൂവ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളോട് പരാതിപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു പറഞ്ഞ് ഫൈറ്റ് ഉണ്ടാക്കി അത് വലിയ പ്രശ്നങ്ങളിൽ അവസാനിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കുറച്ച് സമയമെടുത്ത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ വളരെ നെഗറ്റീവായിട്ടൊരു കാര്യം പറയട്ടെ. ഇത്രയേ ഉള്ളൂ, ഞാൻ നല്ലോണം വണ്ടി ഓടിച്ചു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വന്നു, ഇവർക്ക് പേടിയായി. പക്ഷെ ഞാൻ കുറെ നാൾ എടുത്താണെങ്കിലും അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പിന്നെയും അവിശ്വാസം തിരിച്ചു വന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു തവണ കൂടി ആക്സിഡന്റ് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ വിശ്വാസം തിരിച്ചു വരിക എന്നുള്ളത് കുറേ സമയമെടുക്കും. ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ വിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് ഒരു തവണ നഷ്ടപ്പെടുത്തി, അവർ പതുക്കെ അത് മനസ്സിലാക്കി നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു തവണ കൂടി നിങ്ങൾ അവരുടെ ട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ആ ട്രസ്റ്റ് തിരിച്ചു വരാൻ വളരെ പാടായിരിക്കും, അല്ലെങ്കിൽ കുറെ സമയമെടുക്കും. ആ സമയത്ത് നിങ്ങൾ വാക്കുകൾ കൊണ്ട് പ്രൂവ് ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത്, സംശയിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടവും പോകും. ആൻഡ് നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയ വിള്ളൽ സംഭവിക്കുകയും ചെയ്യും. ഇവിടെ ആക്ച്വലി നിങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ അവർ സംശയിക്കുന്നുണ്ടെങ്കിൽ, പരാതി പറയുന്നുണ്ടെങ്കിൽ അത് ക്ഷമയോടെ കേട്ട് അവരെ പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് കാരണം എന്താണെന്നറിയോ? അവര് നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസ് തന്നു. ആക്ച്വലി നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടും അത് ക്ഷമിച്ച് അവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ റെഡിയായി. അത് മനസ്സിലാക്കി അവരുടെ പരാതിയും അവരുടെ കുറ്റങ്ങളും അവരുടെ സംശയവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കി ക്ഷമയോടെ അവർക്ക് പതുക്കെ സമയം കൊടുത്ത് അത് പ്രൂവ് ചെയ്യേണ്ടതും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. സോ എപ്പോഴും മനസ്സിലാക്കുക, ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ പാടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാൻ പരമാവധി എല്ലാ കമന്റുകളും വായിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു സോ മച്ച്.